അശ്വതി. രചന അവതരണം ഷാഹുൽ മലയിൽ. അന്നൊരു ജോലിയില്ലാത്ത ഞായറാഴ്ചയായിരുന്നു. റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒരു സിനിമ കാണാൻ വേണ്ടി എത്തിയതായിരുന്നു ഒബ്രോൺ മാളിൽ. ഒരു പോപ്കോണും മേടിച്ച് ടിക്കറ്റ് എടുക്കുവാൻ വേണ്ടി നീങ്ങിയപ്പോഴാണ് ഒരു മിന്നായം പോലെ ആകസ്മികമായി ഞാൻ അവളെ കണ്ടത്. അശ്വതി. ഞാനൊരു നിമിഷം തരിച്ചു നിന്നു. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു തവണ കൂടി നോക്കി അവൾ തന്നെയെന്ന് ഉറപ്പുവരുത്തി. അവളുടെ കൂടെ ഭർത്താവെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു 5 വയസ്സുകാരൻ കൊച്ചും. അശ്വതി. ഒരു കാലത്ത് എൻ്റെ ജീവനായിരുന്നവൾ. പ്രണയമെന്നാൽ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കലും കാണുമ്പോൾ ചിരിക്കലും മാത്രമല്ല എന്ന് എന്നെ പഠിപ്പിച്ചവൾ. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരുപാട് പേർ ചുറ്റിനും വട്ടമിട്ട് പറന്നപ്പോഴും എനിക്ക് ഹൃദയം കൈമാറിയ കൊച്ചു സുന്ദരി. കണക്കുമാഷിന്റെ ബോറടിയിൽ നിന്നും രക്ഷപ്പെടാൻ ജനൽ ചാടി അടുത്തുള്ള പേരാലിന്റെ ചുവട്ടിൽ അവളുടെ മടിയിൽ തലവെച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഞാൻ കണ്ടത് സ്നേഹത്തിന്റെ നറുതിരിവട്ടമായിരുന്നു. തിയേറ്ററിന്റെ തണുത്തുറഞ്ഞ അകത്തളങ്ങളിൽ ഇരുട്ടിന്റെ മറപറ്റി അടുത്തുള്ളവൻ കാണാതെ അവളുടെ ചുണ്ടിലെ മധുരം നുണഞ്ഞപ്പോൾ ഞാൻ പഠിച്ചത് പ്രണയത്തിന്റെ പുത്തൻ രസതന്ത്രമായിരുന്നു. കോളേജിലെ 2ാം നിലയിലെ ലാബിലേക്കുള്ള ആളൊഴിഞ്ഞ ഇടനാഴിയിൽ വെച്ച് അവളെന്റെ മാറിലേക്ക് ചാഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച നിർവൃതി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. കോളേജിലെ വിനോദയാത്രയ്ക്കിടെ മസിനുകൂടി ചുരമിറങ്ങുമ്പോൾ തണുപ്പ് സഹിക്കാതെ അവൾ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചപ്പോഴും ഞങ്ങൾക്ക് ഒന്നാവാം എന്ന വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ദുരഭിമാനിയെ അച്ഛൻ്റെ അഭിമാനം കാക്കാൻ ഇഷ്ടമില്ലാതിരുന്നിട്ടും മറ്റൊരുത്തൻ്റെ മുന്നിൽ അവൾ തലകുനിച്ചപ്പോൾ തകർന്നടഞ്ഞത് എൻ്റെ ജീവിതം കൂടിയായിരുന്നു. അവളുടെ കല്യാണ ദിവസം ക്ഷണിക്കാത്ത അതിഥിയായി എത്തിയ എന്നെ മണ്ഡപത്തിൻ്റെ ഒഴിഞ്ഞ റൂമിലെത്തിച്ച് എൻ്റെ നെഞ്ചിൽ തലതല്ലിക്കരഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചിലുരഞ്ഞ് ചതഞ്ഞ നിലത്ത് വീണ അവളുടെ മുടിയിൽ ചൂടിയ മുല്ലപ്പൂവിനും അവളുടെ മിടിയിൽ നിന്ന് നടന്നു വീണ മിഴുനീരിനും പറയാനുണ്ടായിരുന്നത് അവളുടെ നിസ്സഹായത മാത്രം. പ്രണയിച്ച പെണ്ണിൻ്റെ കഴുത്തിൽ മറ്റൊരുത്തൻ താലി ചാർത്തുനിന്ന് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു കാമുകൻ്റെ അവസ്ഥ അനുഭവിച്ചവർക്ക് മാത്രം അറിയാം. കണ്ണുനീർ വീണ് കുതിർന്ന അവളുടെ ഗളത്തിൽ പാശം കുരുകുന്നത് മോഹനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. നിദ്രയെത്താത്ത നിഷീദിനിയുടെ അന്ത്യയാമങ്ങളിൽ കിടക്കയുടെ ശാപവചനങ്ങളേറ്റ് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ മറവി അനുഗ്രഹിക്കാത്ത അവളുടെ ഓർമ്മകൾ പലതവണ എന്റെ ഹൃദയത്തെ കീറി മുറിച്ചിട്ടുണ്ട്. എല്ലാം ഉള്ളിലൊതുക്കി സ്വയം ശപിച്ച് ലഹരിയുടെ വഴിയെ സഞ്ചരിച്ചിട്ടും മനസ്സ് പാകപ്പെടാൻ ഒരുപാട് സമയമെടുത്തു. എല്ലാം മറന്നു തുടങ്ങുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവൾ എൻ്റെ മുന്നിൽ. അവളെന്നെ കണ്ടെന്ന് തോന്നുന്നു. എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു, മിഴികൾ സജലങ്ങളായി. അവൾക്കെന്നെ മനസ്സിലായി. പതിയെ ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അച്ചുവിൻ്റെ അരികിൽ ഞാൻ. മനസ്സൊന്ന് പിടച്ചു. എന്നെ അറിയുമോ? മൗനം ഭേദിച്ച ഞാനാണ്. അവൾ പിന്നിലേക്ക് നോക്കി. ഭർത്താവെന്തോ പർച്ചേസ് ചെയ്യുകയാണ്. ഷാഹുലിക്കാക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നി ഇങ്ങനെ? അത്ര പെട്ടെന്ന് എനിക്ക് മറക്കാൻ പറ്റുമോ? വർഷങ്ങൾക്ക് ശേഷം അവളുടെ ഷാഹുലിക്ക എന്ന വിളി, ഹൃദയത്തിൻ്റെ നിലവിളി തൊണ്ടയിൽ കുരുങ്ങി പൊട്ടിക്കരയുമെന്ന് ഞാൻ പേടിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. തിരിഞ്ഞു നടന്നു. ഷാഹുലേ, ഡാ ഷാഹുലേ. അവളുടെ ഭർത്താവിൻ്റെ സ്വരമാണല്ലോ. ഞാൻ തിരിഞ്ഞു നോക്കി. അയാൾ എന്നെയല്ല വിളിച്ചത്, അവരുടെ മകനെയാണ്. ദൈവമേ, എൻ്റെ പേരാണോ അവൾ അവളുടെ കുട്ടിക്ക് നൽകിയത്? അവസാനം കണ്ടപ്പോൾ അവൾ പറഞ്ഞ ഞാൻ ഓർത്തു, എനിക്ക് ആദ്യമുണ്ടാവുന്ന കുഞ്ഞാൺകുട്ടിയാണെങ്കിൽ ആരൊക്കെ എതിർത്താൽ ഞാൻ ഷാഹുൽ എന്ന പേര് വെക്കും. എൻ്റെ ഷാഹുലിക്കായെ ഒരിക്കലും മറക്കാതിരിക്കാൻ. കാരണം ഞാൻ അത്രക്ക് സ്നേഹിച്ചു പോയി. കണ്ണുനീർ വീണ കാഴ്ച മങ്ങിയെങ്കിലും ഒരിക്കൽ കൂടി ഞാൻ അവളെ തിരിഞ്ഞു നോക്കി. സ്നേഹിച്ചു കൊതി തീരാത്ത ആ പാവം അപ്പോഴും നിറമിഴികളോടെ എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. മോർ ഓഡിയോസ് ആൻഡ് ആഡ്സ് പ്ലീസ് വാട്സ്ആപ്പ് 9526 115 878 9526 11 5878.